കുറേ നാളത്തെ വെയിറ്റിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്നുള്ളത്. അങ്ങനെ ഇപ്പോഴാണ് എനിക്കതിനൊരു റൈറ്റ് ടൈം എന്ന് ഫീൽ ചെയ്തത്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ലേറ്റ് ആക്കണ്ട, ഫ്രഷായിട്ട് അങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അങ്ങോട്ടാവട്ടെ. എന്തായാലും ഒരു നല്ലൊരു ബാത്തൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കാം, ഇനി അങ്ങനെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. പുറത്തത്തെ സൗണ്ടൊക്കെ ഉണ്ടാവും, ഇഗ്നോർ ചെയ്യുക. നമ്മൾ എത്ര കാര്യങ്ങൾ ലൈഫിൽ ഇഗ്നോർ ചെയ്യുന്നു, അതേപോലെ ഇതും കൂടി ഇഗ്നോർ ചെയ്യുക. നോട്ട് മൈ യൂട്യൂബ് ചാനൽ, സൗണ്ട് ഇഗ്നോർ ചെയ്യുക. കുറേ പേര് ഇൻ ദ സെൻസ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും പറയും നീ എൻ്റെ ഗാലറി, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എൻ്റെ ഗാലറി എങ്ങാനും ഇൻ കേസ് കാണേണ്ടി വന്നാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ അമ്മോ ഇതിന് മാത്രം യൂട്യൂബ് വ്ളോഗിങ് വീഡിയോസ് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ടോന്ന്. ഞാൻ കറക്റ്റ് എന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഞങ്ങൾ ഇന്ന് അവിടെയാണ് ഇവിടെയാണ്, ഞങ്ങൾ എവിടെയും അപ്ലോഡ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെക്കുന്ന വീഡിയോസൊക്കെ ആയിരുന്നത്. അതിങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങിക്കാം. എനിക്ക് ഇതിലങ്ങോട്ട് സംസാരിച്ചാൽ പോരെ, എൻ്റെ ഫേസ് തന്നെ നോക്കി എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, 1, 2, 3 പേരെ കാണുന്നുണ്ടാവുള്ളൂരിക്കും. ബട്ട് സ്റ്റിൽ ആ 1, 2, 3 പേർക്ക് ഞാനിടുന്ന വീഡിയോ കാരണം അവരുടെ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു ചിരിയെങ്കിലും അവരുടെ ഫേസിൽ വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫൈനലി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടപ്പെടുന്നവർ ഫോളോ ചെയ്താൽ മതി, അല്ലാത്തവർ വേണ്ട എന്നുള്ളതിൽ. പിന്നെ വേറെന്താ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ബേസിസിലായിരിക്കും വീഡിയോ മോസ്റ്റ്ലി ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂരാണ്. അതാണ് ഈ സ്വെറ്ററൊക്കെ ഇട്ട് നിൽക്കുന്നത്. ബാംഗ്ലൂരിലുള്ള മലയാളീസ് പ്ലീസ് കമൻറ്റ്, മലയാളീസ് ഓർ എനി വൺ പ്ലീസ് കമൻറ്റ്. ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് സച്ച് റൊമാൻറ്റിക് വെതറാണ്. സീരിയസ്ലി നമ്മൾ സിംഗിളായിരിക്കുമ്പോഴേക്കും ഒറ്റയ്ക്കായി പോയില്ല, അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള വെതറാണ് ഗൈസ് ഇവിടുത്തെ. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവിടുത്തെ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ വെതർ വേറെ ലെവലാണ്. കുറേ പേര് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഞാനിവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശം. അത്ര നല്ല വെതർ. ഇവിടെ ഇപ്പോൾ ഒരു 6 o'clock എന്തോ ആയിട്ടുള്ളൂ, ബട്ട് നല്ല തണുപ്പാണ്. ഒരു 3 മണി തൊട്ട് ഇവിടെ മഴ പെയ്തു തുടങ്ങിയ, പിന്നെ അതും ഇങ്ങനെ നമ്മൾ വെറുപ്പിക്കുന്ന മഴയല്ല, നല്ലൊരു മഴ. അപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് എൻ്റെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുന്നൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് നല്ല റിലാക്സ് ചെയ്യാൻ, ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്ക് ഈ വെതർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ പനി പിടിച്ച് എനിക്ക് എൻ്റെ വർക്കിന് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അതിനെപ്പറ്റിയൊക്കെ അറിയാനുള്ളത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ ഞാൻ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ നിന്നാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്, ബാംഗ്ലൂർ എന്താ ചെയ്യുന്നത്, വെറുതെ തരപ്പര നടക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യും. എനിക്കത് നല്ല കൺവിൻസിങ് ആണ്. ഓക്കെ, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഇഗ്നോർ ചെയ്യില്ല, ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇടും. പിന്നെ വേറെന്താ, അങ്ങനെ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. കുറേ പേരുടെ അനാവശ്യ മോട്ടിവേഷനും എനിക്കും അത് കൺവിൻസിങ് ആയി തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തുടങ്ങിയേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഫ്യൂച്ചറിൽ തോന്നരുതല്ലോ അന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നരുതല്ലോ. അങ്ങനെ ഒരു റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ലൈഫിൽ ഏറ്റവും പൊട്ട റിഗ്രറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴേ അങ്ങോട്ട് തുടങ്ങിയേക്കാം. സോ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് സംഭവം. എനിക്കിതിനെപ്പറ്റി ഒരു തേങ്ങയും അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് എനിക്ക് വീഡിയോ ഇടണം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് മോട്ടിവേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ അങ്ങോട്ട് ഹൈ ലെവലിലെത്തിയ ആളൊന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ ഒരു അനാവശ്യ കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ കാരണം നിങ്ങളുടെ ഫേസിലൊരു കുട്ടി സ്മൈൽ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ സെൻസ്
അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും അതിന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയും. നിങ്ങൾ കാരണം ഒരാൾ ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഒരാൾ കരയാണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങൾ കാരണം, ചിലർ പറയണ കേൾക്കാം നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ എനിക്കപ്പം ചിരി വരും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ട്. അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ നമുക്ക് ചിരി വരിക, കളിയാക്കി ചിരിക്കുന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു ചിരിയാണ്. അവരെന്തെങ്കിലും കോമഡിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരാൾ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഒരാളുടെ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ കൈയൊക്കെ കൊടുത്ത് അയ്യോ പോട്ടെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം മറന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. അത് നമ്മൾക്ക് എത്ര എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ അറിയുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ക്യാരക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഉപയോഗിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എന്തെങ്കിലും ഒരു പൊട്ട സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഫ് എനിബഡി ആരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട നീ ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ബട്ട് അവർ കാരണം ഇൻഡയറക്റ്റ്ലി എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഭയങ്കര സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ് ഞാൻ. അറിയില്ല നമ്മൾ ഇപ്പോൾ എന്ത് പറഞ്ഞ് ഇവിടം വരെയൊക്കെ എത്തിയത്, എന്തോ മോട്ടിവേഷൻ പറഞ്ഞാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ഞാനത്ര മോട്ടിവേറ്ററൊന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് ഇമോഷണലി സ്ട്രെങ്ത്തും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആളാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെയൊക്കെ ഈ ഒരു ഏജിൽ. കാരണം ഈ ടൈമിലൊക്കെ കൂടിപ്പോയാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല. നോട്ട് ഓൺലി ഫൈനാൻഷ്യലി മെൻ്റലി ആണെങ്കിലും നമുക്ക് നമ്മളെ സെറ്റാക്കാൻ പറ്റും. ആ ഒരു ട്രസ്റ്റ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ സെറ്റാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് വേറെ എന്തിലേക്കൊക്കെയോ പോകുന്നു. സോ നിങ്ങൾ അപ്പോൾ ഇതാണ് ബേസിക്കലി എൻ്റെ വീഡിയോ. ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് ഇതിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ വൈസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ. ഞാൻ ആക്ച്വലി മലയാളിയാണ്, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ടാണ് മലയാളം സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലുള്ള കുട്ടി എങ്ങനെ ബാംഗ്ലൂർ എത്തി എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഡയൽ ചെയ്യൂ ഈ നമ്പർ എന്നൊന്നുമല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാനൊരു വീഡിയോ ഇടാൻ റെഡിയാണ്. ആൻഡ് വേറെന്താ, അതൊന്നുമില്ല. ഞാനിനി നീട്ടി വലിച്ച് വല്ലാണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, കമൻറ്റ് ഇടുക. ആൻഡ് ഡു ഷെയർ, ലൈക്ക്, നോട്ട് ഡിസ്ലൈക്ക്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങൾക്ക് ആദ്യത്തെ വ്യൂവർ ആവാൻ പറ്റും. പ്രൈസൊന്നുമില്ല അതിന്, ബട്ട് ആദ്യത്തെ വ്യൂവർ ആവാൻ പറ്റും. അപ്പോൾ അതൊക്കെയുള്ളൂ. ഇത്രയും. വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു 9 or 10 മിനിറ്റ്സ് നിങ്ങളുടെ ഫേസിലൊരു ഇത്രയെങ്കിലും ചിരി വന്നു എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. ഓക്കെ, ടാറ്റാ.